بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്തു ശുആറ 17 മുതൽ 22 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. 18 മുതൽ 22 വരെയുള്ള ആയത്തുകൾ. ഖാല ഈ സൂറത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു പദമാണല്ലോ ഖാല. അടുത്ത വചനങ്ങളിലൊക്കെ ആവർത്തിക്കുന്നു. ഖാഫ് ഇസ്തിഅലാഇൻ്റെ 7 ഹർഫുകളിൽ ഒന്നാണ്. സ്വരഭാരത്തോടെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ആ ഹർഫിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം വേണം. ഖാല ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. അഖ്സൽ ലിസാൻ എന്നതാണ് ഖാഫിൻ്റെ മഖ്റജ്. അത് കാല എന്ന് കാഫ് പോലെ ഒന്നും പറഞ്ഞാൽ ശരിയാവുകയില്ല, കാല എന്നൊന്നും ശരിയാവുകയില്ല. ഖാല ശിദ്ദത്തുള്ള കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാല അലം നുറബ്ബിക. അലം ഈ പദത്തിലെ സാക്കിനത്ത മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അലം അലം നുറബ്ബിക. നുറബ്ബിക ഇതിൽ റായിനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അലം നുറബ്ബിക ഫീനാ വലീദ. വലീദൻ വലബിസ്ത. വാവ് 2 ചുണ്ടുകൾ ആണ് അതിൻ്റെ മഖ്റജ്, വാവിൻ്റെ മഖ്റജ്. ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കും. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾക്കിടയിൽ നിന്ന് തന്നെ വരണം. വലീദൻ വലബിസ്ത. വലീദൻ എന്നതിലെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് മണിക്കണം. വലീദൻ വലബിസ്ത ഫീനാ. വലബിസ്ത നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് മഖ്റജ്. വലബിസ്ത. വലബിസ്ത ഫീനാ മിൻ ഉമുരിക സിനീൻ. മിൻ ഉമുരിക. മിൻ എന്നത് സാക്കിനത്ത നൂനിന് ശേഷം ഐന് വന്നതുകൊണ്ട് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. മിൻ ഉമുരിക. ഇതിൽ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ നാം പ്രത്യേകം സൂചിപ്പിച്ചു. ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും റാവും മറ്റെല്ലാ ഹർഫുകളും തർക്കീഖാണ്. ഉമുരിക എന്നതിൽ റായിന് കസ്ർ തർക്കീഖ് ചെയ്യേണ്ട സന്ദർഭമാണ്. എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ്. ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. وفعلت فعلتك التي فعلت. ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം ഈ വചനം. وفعلت فعلتك. وفعلت فعلتك الذي എന്ന് തെറ്റായി പറയും പലരും. فعلتك الذي അല്ല, فعلتك. ഐന് വ്യക്തമായി ഉച്ചരിക്കുക. التي فعلت. فعلت وأنت من الكافرين. وأنت ഈ പദത്തിൽ സാക്കിനത്ത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. വ്യക്തമാക്കി മണിക്കണം. വഅൻത മിനൽ കാഫിരീൻ. ഇതിൽ തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകളൊന്നും തന്നെയില്ല. ഖാല വീണ്ടും ആവർത്തിക്കുന്നു. ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫ് അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ് തഫ്ഖീം ചെയ്തുകൊണ്ട് ഇവ ഉച്ചരിക്കുക, തടിപ്പിച്ച്. ഖാല ഫഅൽതുഹാ. ഫഅൽതുഹാ ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലായി ഹംസ വന്നു എന്നതാണ് കാരണം. ദീർഘാക്ഷരവും ഹംസയും വേർപിരിഞ്ഞ് വന്നു 2 പദങ്ങളിൽ. ഇതാണ് മുൻഫസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
4-5 ഹറക്കത്തിൻ്റെ അളവിൽ ഇതിനെ ദീർഘിപ്പിക്കുക. ഇദാ വഅന മിനദ്ദാല്ലീൻ. ഇദാ വ തൻവീനും ശേഷം വാവും ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വ അന അവിടെ അന എന്ന പദത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ദീർഘം നൽകിക്കൊണ്ട് വ അന എന്ന് തബീഇയായ ദീർഘം മാത്രം, കൂടുതൽ നീട്ടരുത്. അലിഫ് ഉച്ചരിച്ചുകൊണ്ടാണ് അഥവാ ദീർഘം നൽകിയാണ് വഖഫ് ചെയ്യുക. ചേർത്തോതുമ്പോൾ വ അന മിനദ്ദാല്ലീൻ എന്ന് ചേർത്തോതണം. അതായത് അന എന്നതിലെ അലിഫിനെ ചേർത്ത് വായനയിൽ ഉച്ചരിക്കുകയില്ല. അതിൻ്റെ സൂചനയാണ് അലിഫിന് മുകളിൽ ഒരു ദീർഘ വൃത്താകൃതിയിലുള്ള ചിഹ്നം നൽകിയത്. അദ്ദാല്ലീൻ, ഇതിലുള്ള ദ്വാദ് പ്രത്യേകം ശ്രദ്ധിക്കണം. നാവിൻ്റെ സൈഡാണ്, നീളത്തിലാണ് ദ്വാദിൻ്റെ മഖ്റജ്. ഹാഫത്തുൽ ലിസാൻ മഅ അൽ അദ്റാസിൽ ഉലിയ, തൊട്ടു മേലെയുള്ള അണപ്പല്ലുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ദ്വാദ് ഉച്ചരിക്കേണ്ടത്. ഇസ്തിഅലാഇൻ്റെ 7 ഹർഫുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീമാണ്. ആ അലിഫിനെ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ് ലാസിം മുസഖൽ കലിമി എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. ലാസിം എന്നാൽ ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ വന്ന ദീർഘം എന്നതാണ്. ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാവുക, അതാണ് ഇവിടെ ലാമിനുള്ളത്. എന്നാൽ ഷദ് നൽകപ്പെട്ട ലാമാണ് എന്നതുകൊണ്ട് മുസഖൽ എന്നുകൂടി അതിന് പേര് പറയും. പദമാണ്, ഇതൊരു പദത്തിലാണ് എന്നതുകൊണ്ടാണ് കലിമി, കലിമത്തിലേക്ക് ചേർത്തി കലിമി എന്ന് പറയുന്നത്. എന്നാൽ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ നാം ഓതിയതുപോലെ ഹർഫുകളാണെങ്കിൽ ഹർഫി എന്നാണ് പറയുക. മിനദ്ദാല്ലീൻ എന്ന് 6 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകുക നിർബന്ധമാണ്. ഫഫറഉതു റാ ആവർത്തിച്ചു വരുന്നു. 2 റാകൾക്കും തഫ്ഖീം കൊടുക്കുക. ഫഫറഉതു മിൻകും സാക്കിനത്തെ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. കാഫിന് മുമ്പിൽ മിൻകും. പദത്തിൻ്റെ അന്ത്യത്തിലുള്ള വീണ്ടും ആവർത്തിച്ചു വരുന്നു ഖിഫ്തുകും. ഇവിടെയൊക്കെയുള്ള സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഇൽഹാറിൻ്റെ ഹർഫുകളാണ്. അതിൽ രണ്ടാമത്തേതിൽ ശേഷം വരുന്നത് ഫ ആണ്. അവിടെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. മിൻകും ലമ്മ. അതുപോലെ ഖിഫ്തുകും ഫ, അവിടെ സൂക്ഷ്മത വേണം. കാരണം ശേഷം ഫ ഷഫവിയായ ഹർഫാണ് എന്നതുകൊണ്ട് തന്നെ അവ്യക്തമാവാൻ സാധ്യതയുണ്ട് മീമിൻ്റെ ഉച്ചാരണം. അപ്പോൾ ഫഫറർതു മിൻകും ലമ്മാ ഖിഫ്തുകും ഫവഹബലി എന്ന് മീമിനെ ഇൽഹാർ ചെയ്ത് വ്യക്തമാക്കി ഓതുക. ലമ്മ എന്ന് പറയുമ്പോൾ മീം മുഷദ്ദദ, ഷദ്ദുള്ള മീമിനെ മണിക്കുക. ഖിഫ്തുകും ഖാ ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണെങ്കിലും കസ്റ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ്. ഖിഫ്തുകും ഫവഹബലി. ഫ താഴെ ചുണ്ടും മേലെ മുൻപല്ലുമാണല്ലോ, ചുണ്ടിൻ്റെ മധ്യഭാഗം. ബത്നു ഷഫത്തി സുഫ്ല മഅ അത്റാഫി സനായ അൽ ഉലിയ, അതാണ് ഫഇൻ്റെ മഖ്റജ്. ഫ ശേഷം ഷഫത്താനി, അതാണ് വാവിൻ്റെ മഖ്റജ്. അപ്പോൾ രണ്ടും ശ്രദ്ധിച്ചു ഓതുക. എല്ലാം തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഫവഹബലി റബ്ബി. റബ്ബി റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് പറയണം. ഫവഹബലി റബ്ബി റബ്ബി ഹുക്മൻ വജഅലനി ഹുക്മൻ. കാഫ് മഹ്മൂസായ അക്ഷരമാണ്. ഹുക് എന്ന് ശ്വാസത്തിൻ്റെ ചലനം, അതാണ് ഹംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ ഉച്ചരിക്കണം കാഫിന്. ഹുക്ക് ഹുക്ക് എന്ന ശബ്ദം കേൾപ്പിക്കരുത്, ഖൽഖല വരരുത്. ഹുക്ക് മൗവ, തൻവീനും ശേഷം വാവും മുമ്പും വന്നതാണ്, ആവർത്തിച്ചു വരുന്നു. ഇത് ഗംബിഗുന്ന നാഖിസ്, വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഹുക്മൻ വജഅലനി മിനൽ മുർസലീൻ, റാഇനെ തഫ്ഖീം ചെയ്യുക. മുർസലീൻ തടിപ്പിച്ച് പറയണം റാഇനെ. മിനൽ മുർസലീൻ. വതിൽക നിഅമതുൻ തമുന്നുഹാ, നിഅമതുൻ തൻവീനും ശേഷം താഉം ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ്. നിഅമതുൻ തമുന്നുഹാ, ഇതിൽ ഷദ്ദുള്ള നൂനിനെ മണിക്കുക. നൂൻ മുഷദ്ദദ. തമുന്നുഹ. അലയ്യ അൻഅബ്ബത്ത, അൻഅബ്ബത്ത സാക്കിന നൂനും ഐനും ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക നൂനിനെ. അബ്ബത്ത, ഇതിൽ ദാലിന് ശേഷമുള്ള തായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഷദ്ദുള്ള താ മാത്രമാണ് ഉച്ചരിക്കുക. ഇദ്ഗാമുൽ മുതജാനിസൈനി സഗീർ എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. ദാലിനെ തായിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ദാല് ഖൽഖലയുടെ അക്ഷരം കൂടിയാണ്. അബ്ബദത എന്ന് പറയേണ്ടതിന് പകരം ഇവിടെ ഇദ്ഗാം ചെയ്യുകയാണ്, ഇദ്ഗാം കാമിൽ. അബ്ബത്ത, തായിന് ഷദ്ദ് കൊടുത്ത് താ മാത്രം ഉച്ചരിക്കുക. ദാലിൻ്റെ ശബ്ദം അല്പം പോലും ഉണ്ടാവുകയില്ല. ബനീ ഇസ്രായീൽ, ബനീ എന്നതിൽ മദ് മുൻഫസിൽ ജായിസ് നൽകി യാഇനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ഇസ്രായീൽ എന്നതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ് നിർബന്ധമായും. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക ഒറ്റ പദമാണ് എന്നതുകൊണ്ടാണ് ചേർന്ന് വന്ന മുത്തസിൽ എന്നർത്ഥമുള്ള നാമം നൽകിയത്. റാഇനും അലിഫിനും തഫ്ഖീമാണ്. ഇസ്റാ എന്ന് തഫ്ഖീമോട് കൂടി തടിപ്പിച്ച് ഉച്ചരിക്കുകയും വേണം. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين وفعلت فعلتك التي فعلت وأنت من الكافرين. قال فعلتها إذا وأنا من الضالين. ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين. وتلك نعمة تمنها علي أن عبدت بني إسرائيل. قال ألم نربك فينا وليدا. അവൻ പറഞ്ഞു, ഉദ്ദേശിച്ചത് ഫിറഔൻ, നാം നിന്നെ നമ്മുടെ ഒരു സന്താനമായി നമ്മളിൽ നിന്നെ വളർത്തിയില്ലേ. റബ്ബായി റബ്ബി വളർത്തുക. അലം നുറബ്ബിക ഫീന, നമുക്കിടയിൽ നിന്നെ വളർത്തിയില്ലേ, പരിപാലിച്ച് നീ നമ്മുടെ കൂടെ ജീവിച്ചു, നമ്മുടെ ഭക്ഷണം കഴിച്ചു, നമ്മുടെ കൺമുന്നിൽ ഒരു സന്താനമായി നാം നിന്നെ വളർത്തിയില്ലേ. വലബിസ്ത ഫീന, നീ നമ്മളിൽ താമസിക്കുകയും ചെയ്തു, കഴിഞ്ഞുകൂടി, ജീവിച്ചു. മിൻ ഉമുരിക, നിന്റെ ആയുസ്സിൽ നിന്ന്, സിനീന, വർഷങ്ങളോളം നിന്നെ നാം നമ്മുടെ കൂടെ സന്താനമായി പോറ്റി വളർത്തി വലുതാക്കിയില്ലേ എന്ന് ഫിറഔൻ ചോദിക്കുകയാണ്. അല്ലേ?
പിന്നീട് സുമ്മ ബഅദ ഹാദാ ഖാബൽത ദാലികൽ ഇഹ്സാന ബിതിൽകൽ ഫിഅല എന്ന് പറയുന്നുണ്ട്. ശേഷമുള്ള വചനത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഫിറഔൻ വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ, നീ നിൻ്റേതായ ആ പ്രവൃത്തി നീ പ്രവർത്തിക്കുകയുണ്ടായി, നീ ചെയ്യുകയുണ്ടായി. അല്ലതി ഫഅൽത, നീ ചെയ്തതായ ആ ഒരു കർമ്മം, ആ ഒരു കൃത്യം, ആ ഒരു കുറ്റകൃത്യം ഉദ്ദേശിക്കുന്നത് അതാണ്. വഅൻത മിനൽ കാഫിരീൻ, നീ നിഷേധികളിൽ പെട്ടവനായി അല്ലെങ്കിൽ നന്ദി കെട്ടവനായി. അല്ലേ? ثم بعد هذا قابلت ذلك الإحسان بتلك الفعلة. ഇമാം ഇബ്നു കസീർ പറയാണ്, ഈ നന്മയ്ക്ക് പകരമായി പിന്നീട് നീ എന്താ ചെയ്തത്? നീ ആ കുറ്റകൃത്യം ചെയ്തു. എന്ത്? അൻ ഖതൽത മിന്നാ റജുല, നമ്മുടെ ഖിബ്തികളിൽപ്പെട്ട ഒരുത്തനെ നീ കൊന്നുകളഞ്ഞു. അല്ലേ? വഅൻത മിനൽ കാഫിരീൻ അയ്ൽ ജാഹിദീൻ, നീ തള്ളിക്കളയുന്ന എല്ലാ നന്മയെയും എല്ലാ ഉപകാരത്തെയും വിസ്മരിച്ച് കളഞ്ഞവനായില്ലേ നീ, തള്ളിക്കളഞ്ഞു. അതാണ് ഇബ്നു അബ്ബാസും മറ്റ് പണ്ഡിതന്മാരും ഒക്കെ നൽകുന്ന വിശദീകരണം. അൽ ജാഹിദീൻ. അദ്ദേഹം പറഞ്ഞു ഖാല ഫഅൽതുഹ, ഞാനത് ചെയ്തു. ഇദൻ വഅന മിനദ്ദാല്ലീൻ, ഞാനപ്പോൾ പിഴച്ചവരിൽ, അൽ ജാഹിലീൻ അതായത് വിവരമില്ലാത്തവരിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് അദ്ദേഹം അവിടെ സമ്മതിക്കുകയാണ്. അതായത് സൂറത്തുൽ ഖസസിൽ നാം പഠിച്ചിട്ടുണ്ട് 15-ാമത്തെ ആയത്തിലൊക്കെ എന്ത്? ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഗഫറ ലഹു. അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഹാദാ മിൻ അമലി ശൈത്താൻ ഇന്നഹു അദുവ്വുൻ മുദില്ലുൻ മുബീൻ. അല്ലേ? അള്ളാഹുവേ, ഇതൊരു പൈശാചിക പ്രവൃത്തിയായിപ്പോയി. നിശ്ചയമായും പിശാച് വ്യക്തമായി വഴിപിഴപ്പിക്കുന്നവരാണ്. എന്നിട്ട് അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ട്. റബ്ബി ഗ്ഫിർ ലി, ഖാല റബ്ബി ഇന്നി ളലംതു നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനോട് തന്നെ ദുൽമ് ചെയ്തു. ഫഗ്ഫിർ ലി ഫഗഫറ ലഹു, നീ എനിക്ക് പുറത്തു തരണേ, അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ആ സംഭവം. ഇവിടെ പ്രവാചകന്മാർ പാപികളാണ്, കുറ്റം ചെയ്യുന്നവരാണ് എന്ന് നാം വിശ്വസിക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് മാനുഷികമായി സംഭവിച്ച ഒരു ചെറിയ വീഴ്ച, അതാണ് അദ്ദാല്ലീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജാഹിലീൻ. പ്രവാചകന്മാരെല്ലാവരും മാസൂമുകളാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണം പ്രത്യേകമായി ലഭിക്കുന്നവരാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ഫഫറർതു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന്, ഫിറഔനോട് പറയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി. ലമ്മ ഖിഫ്തുക്കും, ഞാൻ നിങ്ങളെ ഭയപ്പെട്ടപ്പോൾ, നിങ്ങൾ എന്നെ കൊന്നുകളയുമായിരുന്നു. ഫവഹബ ലി റബ്ബി ഹുക്മ, അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ നാഥൻ എനിക്ക് തത്വജ്ഞാനം നൽകുകയുണ്ടായി, എൻ്റെ റബ്ബ് എനിക്ക് ഹുക്മ നൽകുകയുണ്ടായി. വജഅലനി മിനൽ മുർസലീൻ, അങ്ങനെ അവൻ എന്നെ മുർസലീങ്ങളിലാക്കുകയും ചെയ്തു, ദൂതന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇതാണ് എൻ്റെ അവസ്ഥ. ഫഖദ് അർസലനി അല്ലാഹു ഇലൈക ഫഇൻ അതഅതഹു സലിംത വഇൻ ഖാലഫ്തഹു അതബ്ത എന്ന് പറയുകയുണ്ട്. ഇബ്നു കസീർ അതിന് നൽകുന്ന തഫ്സീറാണ്. അതായത് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അംഗീകരിക്കാം, അള്ളാഹു എന്നെ നിന്നിലേക്ക് അയച്ചിരിക്കുകയാണ്, വേണമെങ്കിൽ നിനക്ക് തള്ളിക്കളയാം എന്ന രൂപത്തിൽ ഫിറഔനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുകയാണ്, പ്രബോധനം നടത്തുകയാണ്. വതിൽക നിഅമത്തുൻ, അപ്പോൾ അവൻ പറയുന്നു, അത് തമുന്നുഹ മൂസാ നബി അലൈഹി സ്വലാം പറയുകയാണ്, വതിൽക നിഅമത്തുൻ, ആ അനുഗ്രഹം, അതായത് നിങ്ങൾ എന്നെ വളർത്തി വലുതാക്കി പോറ്റി എന്നത്, തമുന്നുഹ, നീ അത് എൻ്റെ മേൽ എടുത്തു പറയുന്ന ഒരു അനുഗ്രഹമാണല്ലോ. നീ ഇപ്പം ആ അനുഗ്രഹം എടുത്തു പറയുക. അലയ്യ തമുന്നുഹ അലയ്യ അൻ അബ്ബത്ത ബനി ഇസ്രായേൽ, അതോടൊപ്പം നീ ചെയ്തത് എന്താ? ഇസ്രായേൽ സന്തതികളെ അങ്ങേയറ്റം അടിമകളാക്കി അവരെ പീഡിപ്പിച്ചു. അതാണ് അബ്ബദ എന്ന ആ പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ സന്തതികളെ നീ അടിമകളാക്കി അവരെ പീഡിപ്പിച്ചു എന്നതിന് പകരമായി നീ ഇപ്പോൾ എനിക്ക് ചെയ്ത അനുഗ്രഹം എടുത്തു പറയുകയാണ്.
എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗനോട് പറയുന്നത്. ഇതാണ് ഈ വചനങ്ങളുടെ സംക്ഷിപ്തമായ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനം. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.